ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്നത് ഇപ്പോൾ അവരാണെന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ പ്രകാരത്തൊരു എന്ന് അവരല്ല പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് അവർ പറയിപ്പിച്ചതാണ്. ശരിയല്ലേ? അപ്പം ശരിക്കും ഔദ്യോഗിക പക്ഷം ആരാണ്? പവാർജിയാണ് അല്ലേ? അപ്പം പിന്നെ അത് പറയുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, അതിനകത്ത് പ്രസക്തിയൊന്നുമില്ല. പക്ഷേ പവാർജിയുടെ കൂടെ നിൽക്കുന്ന പവാർജിയെ പോലെ ശക്തനായ ഒരു നേതാവെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഒരു താൽക്കാലികമായിട്ടുള്ള ക്ഷീണമൊക്കെ ഉണ്ടായാലും ഉയർത്തെഴുന്നേൽക്കും, സംശയമൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അതൊന്നും പ്രശ്നമൊന്നുമല്ല. പവാർജി എന്നുള്ള പേര് മാത്രം മതി ഇന്ത്യ മൊത്തം ഇളകാനായിട്ട്. അത് ഞങ്ങൾ ഇളക്കാം, അതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് അതൊന്നും അതിനാണല്ലോ കൂടിയിരിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ്, നിലവിലുള്ള സംസ്ഥാന പ്രസിഡന്റ് രാജിവെച്ചു. പവാർജി റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ ഒരു നേതൃത്വം വേണം, അതിനുവേണ്ടി ഒരാളെ ഇങ്ങോട്ട് നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തോ മീൻകറിയോ ചോറോ കൊണ്ട് കഴിക്കണമെന്ന് പറഞ്ഞതനുസരിച്ച് പാരങ്ങളിലോട്ട് പോയിരിക്കുകയാണ്. അദ്ദേഹം കഴിച്ചിട്ട് ഇവിടെ വരും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മീറ്റിംഗ് ഉണ്ട്. മീറ്റിങ്ങിനോടുകൂടി ഇതിനൊരു പര്യവസാനം ഉണ്ടാവും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി അവരങ്ങനെ പിന്നെ പ്രഖ്യാപിക്കുന്ന പവാർജിയാണോ അവരാണോ പവാർജിയുടെ പെർമിഷൻ നമുക്കറിയില്ല. എന്തായാലും ഒരു ഡിസ്കഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ മാറ്ററിലേക്ക് വരത്തുള്ളൂ, അതിൻ്റെ എന്താ പര്യവസാനത്തിലേക്ക് വരത്തുള്ളൂ. അതാണ് LDF പങ്കെടുക്കുന്നവരാണോ? അതിപ്പോൾ തീരുമാനമാവുമല്ലോ പറഞ്ഞാൽ. അതിനകത്ത് പ്രശ്നം അല്ലെങ്കിലും മന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഞാൻ വർക്കലോട് പറഞ്ഞ് പങ്കെടുക്കാനായിട്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് മുന്നണി യോഗത്തിൽ. അപ്പോൾ ഒരാൾ കുറവാണെങ്കിലും വേറൊരാൾക്ക് പോകാനെന്ന് പ്രശ്നങ്ങളൊന്നുമില്ല മുന്നണി യോഗത്തിൽ. LDF അംഗീകരിക്കുക എന്നുള്ളതാണല്ലോ മെയിൻ. LDF അംഗീകരിച്ചിട്ടുള്ള ഞങ്ങളെ 4 പേര്. അപ്പോൾ അതിനകത്ത് പോകുന്നതിനൊന്നും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലേ, സുപ്രീം കോടതി വിധി നിലവിലുണ്ട്. അപ്പം അതിൻ്റെ മേളിൽ ഒരു വിധിയുണ്ടോ? അതാണ് നമ്മൾ സുപ്രീം കോടതി വിധി എന്ന് പറയുന്നത് ഞങ്ങളെ 2ആയിട്ട് അംഗീകരിച്ചു. ഞങ്ങൾക്കൊരു ചിഹ്നവും തന്നു പവാർജിക്ക്. ഇപ്പോൾ കുഴൽ ഊത്തുന്ന ഒരു മനുഷ്യൻ നിൽക്കുന്നതാണ് ചിഹ്നമുള്ളത്. ഞങ്ങൾ കേരളത്തിൽ പവാർജിയോടൊപ്പം നിൽക്കുന്നു. അത് പറ്റില്ല എന്ന് പറയാനൊക്കോ? അപ്പം അത് വരും. അടുത്ത പുതിയ പാർട്ടിയും പുതിയ സംവിധാനവും വരണമല്ലോ. വന്നെങ്കിൽ ലോകത്തിൽ ആ പാർട്ടി തന്നെ ദേശീയ നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള പാർട്ടി തന്നെ ആയിരിക്കും. കേരളത്തിൽ പവാർജിയുടെ ആയിരിക്കും ഞങ്ങൾ നിൽക്കുന്നത്. എന്തായാലും പവാർ സാബാണ് ഞങ്ങളുടെ നേതാവ്. ആരെന്നാ പറഞ്ഞാലും പവാർ സാബിനെ വിട്ടുള്ള ഒരു സംവിധാനവും ഇല്ല. അറിയത്തില്ല. അല്ല, ഇപ്പോഴത്തെ ഞങ്ങളുടെ നിലനിൽപ്പെന്ന് പറയുന്നത് LDFിലാണ്. അത് ഞങ്ങൾ അവിടെ നിൽക്കുന്നു, LDFിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനകത്തൊരു അജണ്ടയുണ്ട്. LDFിനകത്തൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് പോകാനൊക്കത്തില്ല. അല്ല നമ്മുടെ ഇഷ്ടത്തിന് ഒരു തീരുമാനമൊന്നും എടുക്കാനൊക്കത്തില്ല. ആ സിസ്റ്റം എന്താണ്, ആരോടൊക്കെ കൂടാം, ആരോടൊക്കെ കൂടാൻ പാടില്ല, എന്ത് സംസാരിക്കുന്നത്, അതിനകത്തുള്ളതാണ്. അതനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. ചില രാഷ്ട്രീയ മാറ്റങ്ങൾ ദേശീയ തലത്തിൽ നടത്തുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. പവാർജി മാത്രം നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ പവാർജിയാണ് പവർ. അങ്ങനെയാണെങ്കിൽ ആ പവർ കേരളത്തിൽ മാറ്റം ഉണ്ടാവും. അല്ല, പവാർജി ചുമ്മാതെ രാഷ്ട്രീയ മാറ്റം എന്നൊക്കെ പറയുന്ന മാധ്യമ സൃഷ്ടിയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റമില്ല. ഞാൻ നേരിട്ട് പവാർ സാഹിബിനോട് ചോദിച്ച സംഭവമാണ്. അങ്ങനെയുള്ളൊരു സബ്ജക്റ്റും ഇല്ല. പവാർ സാഹിബോ സുപ്രിയയോ ജിതേന്ദ്ര അവാദോ ഒന്നും ഒരു രീതിയിലും വേറെ സംവിധാനത്തിലേക്ക് പോകത്തില്ല. കാരണം അവരുടെ ലക്ഷ്യം കേരളത്തിൽ അല്ലെ ഇന്ത്യയിൽ സമാധാനപരമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ള അതിനവർ മാന്യമായ രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. ആ രീതിയിലേ മുന്നോട്ട് പോകത്തുള്ളൂ. അതിപ്പം ഭൂമി അവസാനിക്കുന്നതെന്നൊക്കെ പറയുന്നതൊക്കെ ഉള്ളൂ. അങ്ങനെ മാറ്റമുണ്ടായാൽ MLA എന്ത് പറയുന്നു? നമ്മളൊക്കെ ഒരു ചെറിയ ഘടകമല്ലേ ഇതിനകത്ത്. അല്ല, അത് എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. തോമസ് കെ തോമസ് എന്നുള്ള പേരിന് മാറ്റം വരുമോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞങ്ങളുടെ ദേശീയ നേതൃത്വത്തോടെ വന്ന് ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റുമാരായിട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടും വർക്കിംഗ് കമ്മിറ്റി മെമ്പേഴ്സുമായിട്ടും അതുപോലെ ദേശീയ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ച് അതിലൊരു അമിക്കബിൾ സെറ്റിൽമെന്റ് ഉണ്ടാകണം. അതിനുശേഷം അവർ ഡിക്ലെയർ ചെയ്യും. അതാണ് അതിൻ്റെ കറക്റ്റ്. അല്ല, അതിന് ഇടയ്ക്ക് കയറി തോമസ് കെ തോമസ് എന്നോ തോമസ് ചാണ്ടിന്നോ ഒന്നും പറയാനായിട്ട് ഞാനില്ല.
അത് അവർ തീരുമാനിക്കട്ടെ. തീരുമാനിച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പറയുന്ന പേരെ എനിക്കറിവുള്ളൂ. പിന്നെ അവർ തീരുമാനിക്കട്ടെ. തീരുമാനിച്ചിട്ട് അവർ പറയുമ്പോഴാണല്ലോ അതിൻ്റെ കറക്റ്റ് ആ പൊസിഷനിലേക്ക് വരുന്നത്. കേരളത്തിലെ നേതാക്കളുമായി കഴിഞ്ഞ ദിവസം പവാർ മുംബൈയിൽ ഒരു കൂടിക്കാഴ്ച തീരുമാനിച്ചു. ആ തരത്തിൽ ഏതെങ്കിലും കൂടിക്കാഴ്ച നടന്നിരുന്നോ? ഏതെങ്കിലും തരത്തിൽ ഈ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സമവാക്യത്തിൽ എത്തണമെന്ന് കേരളത്തിലെ നേതാക്കളോട് പവാർജി ആവശ്യപ്പെടുക? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ ക്ലിയറായിട്ട് അന്ന് അവിടെ ബോംബെയിൽ വന്ന ചാനലുകാരോട് പറഞ്ഞിരുന്നു. ഞാനും പവാർ സാബും ജിതേന്ദ്ര അവാദും പിന്നെ AK ശശീന്ദ്രനും BC ചോക്കോയും കൂടി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് ഇവിടുത്തെ നേതൃത്വം തീരുമാനിക്കുമെന്ന് പറഞ്ഞ് അതിന് ഒരാളെ ഇങ്ങോട്ട് വിടാനായിട്ട് പറഞ്ഞ് ജിതേന്ദ്ര അവാദിനെ വിളിച്ചു വരുത്തി അദ്ദേഹം ഡിസ്കസ് ചെയ്ത് ഇന്ന് 25-ാം തീയതി ടൈമും സ്ഥലവും പറഞ്ഞു. അദ്ദേഹം ഇവിടെ വന്നിട്ട് തീരുമാനം എടുക്കും. അതിനിടയ്ക്ക് കയറി ഒരു പേര് പറയാനില്ലെന്നേ പറഞ്ഞുള്ളൂ. തോമസും AK ശശീന്ദ്രനും BC ചോക്കോ ഒറ്റക്കെട്ടാണ്. സംശയം കരുതി അങ്ങനല്ലേ പാർട്ടിയായിട്ട് പോകാനൊക്കത്തുള്ളൂ. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒറ്റക്കെട്ടിന്റെ ഒപ്പമാണോ സുരേഷ് ബാബു? ആ പാവത്തിന് എന്തിനാ ഇതിനകത്ത് ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്